കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന അനുഭവം തന്നെയാണ്. എനിക്കിപ്പോഴും എന്നെ ഭയചകിതയാക്കും. അതേസമയം ഭക്തിപൂർവ്വം ഞാൻ സ്മരിക്കുകയും നന്ദിയോടെ ഓർക്കുകയും ഒക്കെ ചെയ്യുന്നൊരു അനുഭവമാണ്. നമുക്കറിയാലോ, കാണപ്പെട്ട ദൈവങ്ങളാണ് നാഗങ്ങൾ. നാഗങ്ങൾക്ക് നമ്മളൊരു വഴിപാട് നേർന്നു കഴിഞ്ഞാൽ അത് നടത്തണം. അതുപോലെ നമ്മൾ നാഗങ്ങളെപ്പറ്റി, ആ ശക്തിയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നാഗങ്ങളെ ഉപദ്രവിക്കരുതെന്നും പിന്നെ അവരുടെ ഒരു ആ ദോഷങ്ങൾ നമ്മൾ പലരും ജാതകത്തിലൊക്കെ വന്ന് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് പണ്ട് കുറച്ച് നാൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് കുട്ടികളില്ലാതെ, വിവാഹം കഴിഞ്ഞിട്ടും വർഷങ്ങളോളം കുട്ടികളില്ലാതെ ഭയങ്കര ദുഃഖത്തിൽ ഞാൻ കഴിഞ്ഞ സമയമുണ്ട്. ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നാഗങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്താനായി എൻ്റെ വീട്ടിലേക്ക് എന്നെ തേടി വന്ന കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ കുറേ നാൾ ഞാൻ ദുഃഖത്തിലായിരുന്നു. ഒരു 6 വർഷത്തോളം നിരാശയുടെ ഒരു പടുകുഴിയിലേക്ക് തന്നെ ഞാൻ പോയിരുന്നു. പുറത്തേക്ക് പോകാൻ പോലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരാളോട് മിണ്ടാനോ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കുട്ടികളില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും. അത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷമാകുമ്പോഴേക്കും തന്നെ പലർക്കും തോന്നുന്ന ഒരു ഫീലിംഗാണ്. അതായത് പല പെൺകുട്ടികൾക്കും ഒരു ഫംഗ്ഷനിലും പങ്കെടുക്കാൻ തോന്നില്ല. കാരണം എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമം. അതൊരു കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്, കുട്ടികളില്ലാതിരിക്കുക. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളോട് മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തുക എന്നുള്ളൊരു വഴിപാടുണ്ട്, അത് ചെയ്തു നോക്കൂ എന്ന് ഒരാൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്താൻ ബാക്കിയുണ്ടായിരുന്നു. വേറെ കുറേ തരം വഴിപാടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തും കൂടി ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് മടിയായിരിക്കുകയായിരുന്നു. കാരണം ദൂര സ്ഥലമാണ്. എന്നെ സംബന്ധിച്ച് മണ്ണാർശാല എന്ന് പറഞ്ഞാൽ വളരെ ദൂരമാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഹസ്ബൻഡ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു, വിദേശത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം കൂടെ ഒരു ദിവസം മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്താൻ അദ്ദേഹം നാട്ടിൽ വന്ന സമയത്ത് ഞാൻ പോവുകയുണ്ടായി. എന്നിട്ട് ഞങ്ങൾ ഉരുളി കമിഴ്ത്താൻ പോയി വന്നു. ഉരുളി കമിഴ്ത്തുന്ന സമയത്ത് അവിടെ പറഞ്ഞിരുന്നു, അവിടുത്തെ വല്യമ്മ പറഞ്ഞിരുന്നു, 1 വർഷം എത്തിയിട്ട് കുട്ടികളാവണില്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് മണ്ണാർശാല ഉരുളി കമിഴ്ത്തി 1 വർഷമൊക്കെ കഴിഞ്ഞു, കുട്ടികളായില്ല. 1 വർഷത്തിനുള്ളിലാവുമെന്നാണ് പറയുക, പക്ഷെ ആയില്ല. അപ്പോൾ ഞാൻ വൈകി, ഇനി മറന്നു ആ വഴിപാട്, ഇനി അങ്ങോട്ട് പോകണം, ഇനി വേണ്ട, ഇനിയിപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ലേ, ഇങ്ങനെയൊക്കെ തോന്നി. അതൊന്നും ഒരു കാര്യമുള്ളതല്ല, ഇതൊരു അതൊന്നും ഉണ്ടാവില്ല. അതായത് ഉരുളി കമിഴ്ത്തിയായപ്പോൾ കുട്ടി ഉണ്ടാവും, അങ്ങനെയൊന്നുമില്ല. പിന്നെ അത് വിട്ടുപോയി, മറന്നുപോയി, മനസ്സിനെ പോയി. അങ്ങനൊരു വഴിപാടിൻ്റെ കാര്യം ചിന്തയേ ഇല്ലാതായി. മാത്രമല്ല, ഇനി മണ്ണാർശാല വരെ പോകണം എന്നോർത്തുള്ള ഒരു മടിയും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ അതിരാവിലെ എൻ്റെ ജനലിൽ ആരോ മുട്ടുന്ന പോലെ കേട്ട് ഞെട്ടി എണീറ്റു. ദേവിയാണെന്ന് പറഞ്ഞിട്ടാണ് മുട്ടിയത്. ഞാൻ ദേവിയാകുന്നു, അടുത്തുള്ള അമ്പലത്തിൽ തട്ടകത്തമ്മയാണ്, കിട്ടാനുള്ള വഴിപാട് കിട്ടണം, അങ്ങനെയുള്ള രീതിയിൽ എന്തോ പറഞ്ഞു. ഞാനത് പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് ഞാൻ ആ അമ്പലത്തിൽ തന്നെ പോകാമെന്ന് വെച്ചു, ദേവിയുടെ അമ്പലത്തിൽ. പക്ഷേ ദേവിക്ക് ഞാൻ വഴിപാടൊന്നും കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നില്ല. ദേവിക്ക് ഞാൻ എല്ലാ വഴിപാടും ചെയ്യാറുണ്ട്. പിന്നെ എന്താണ്, അടുത്തുള്ള അമ്പലമാണ്. അപ്പം ഞാൻ തട്ടകത്ത് പോയിട്ട് വഴിപാട് കൊടുത്ത് രാവിലെ തന്നെ വഴിപാട് കൊടുത്തു പോന്നു. അപ്പോൾ അതുകൊണ്ടും നിന്നില്ല. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന് കയറാൻ നേരത്ത് വീടിൻ്റെ വാതിൽ തുറന്നപ്പോൾ മുകളിൽ നിന്ന് എന്തോ വീണു. ഞാൻ പല്ലിയാണെന്നാണ് വിചാരിച്ചത്. നോക്കിയപ്പോൾ ഒരു ചെറിയ നാഗത്തിൻ്റെ ഒരു കുട്ടി. അത് ശരിക്ക് എൻ്റെ വീടായിരുന്നില്ല. ഞാൻ ജോലിയുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ താമസിക്കുകയായിരുന്നു.
അപ്പോൾ എനിക്ക് വീണ്ടും ഉള്ളിൽ രാവിലെ കണ്ട സ്വപ്നവും എന്തൊക്കെയോ ഉള്ളിലേക്ക് ഇങ്ങനെ പോന്നു. ഞാൻ എന്നിട്ട് വിചാരിച്ചു, ഈ വീട് മുഴുവൻ തിരഞ്ഞാൽ ചിലപ്പോൾ ഇനിയും നാഗങ്ങളെ കാണാം. എന്നെ പേടിപ്പിക്കാനായി എന്തോ ഒരു കളി ഭഗവാന്റെ ആണോ നാഗങ്ങളുടെ ആണോ എന്തോ ആണ്. ഞാൻ ദേവിയുടെ സ്വപ്നവും കണ്ടു. ഞാൻ എന്നിട്ട് എൻ്റെ അമ്മയും അനിയനും എല്ലാവരും കൂടി വീട് മുഴുവൻ അരിച്ചു വിറക്കിയപ്പോൾ അവിടെ നിന്ന് വീണ്ടും 2 നാഗത്തിൻ്റെ കുട്ടികളെ കൂടി കിട്ടി. ഈ കുട്ടികളെയൊക്കെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. എന്നിട്ട് ആകെ ഭയചകിതരായിട്ട്, എനിക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട, ഞാനിവിടെ നിൽക്കില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് ഞാനൊരു ചെറിയ കാര്യത്തിന് ലീവ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നിവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മ ജോലിക്ക് പോകാറുണ്ട്, അനിയൻ ജോലിക്ക് പോകാറുണ്ട്. അപ്പോൾ അമ്മയും അനിയനും ജോലിക്ക് പോകും, ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിൽ പോയി നിന്നു. അന്ന് ദിവസം മാമൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ നിന്നപ്പോൾ രക്ഷപ്പെട്ടു. ആ വീട്ടിൽ ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ലേ, ഇനി വേറെ വീട് നോക്കാം. പെട്ടെന്ന് തന്നെ വേറെ വീട് നോക്കി. എനിക്ക് അവിടെ നിൽക്കാം, എവിടെയൊക്കെ ഇനി പാമ്പുകളുള്ളതൊന്നും അറിയാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അത് ആ വീടിൻ്റെ കുഴപ്പമില്ലായിരുന്നു എന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ മാമൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും എന്നെ തേടി അടുക്കളയിൽ പാമ്പ് വന്നിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അടിമുടി വിറച്ചു എന്ന് തന്നെ പറയാലോ. അപ്പം തന്നെ ഞാൻ മണ്ണാറശാല നാഗദൈവങ്ങളുടെ വഴിപാട് ചെയ്യാത്ത കാര്യം ഓർത്തു. ഞാൻ ചെയ്യാം, എനിക്ക് തീർച്ചയായും ഞാൻ ചെയ്യാമെന്ന് ഞാനങ്ങോട്ട് നേർന്നു, മനസ്സറിഞ്ഞ് ഞാൻ നേർന്നു. അത് പക്ഷേ ആ നാഗങ്ങൾ വീട്ടിൽ വന്നെങ്കിലും ഒരു ഉപദ്രവവും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. നാഗത്തിൻ്റെ ഒരു ഉപദ്രവമോ ഒരു കടി പോലും ആർക്കും ഏറ്റില്ല. പിന്നെ എന്താണ് ആ നാഗങ്ങൾ ഒരു ഓർമ്മപ്പെടുത്താനായിട്ടാണ് വന്നത്. എന്തായാലും ഞാൻ ആദ്യം താമസിച്ചിരുന്ന വാടക വീട് മാറി വേറെ സ്ഥലത്തേക്ക് തന്നെ മാറി. പക്ഷേ ആ വീടിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ഈ നാഗങ്ങൾ ഇങ്ങനെ എൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. കാരണം മാമൻ്റെ വീട്ടിൽ നാഗത്തിനെ കണ്ടല്ലോ. അപ്പോൾ ഇത് മണ്ണാറശാല ഞാൻ വഴിപാട് ചെയ്യാത്തത് ഓർമ്മപ്പെടുത്തിയതാവെന്ന് വിചാരിച്ചു. ഉടനെ തന്നെ ഹസ്ബൻഡ് വേഗം തന്നെ നാട്ടിൽ വരും. ഞങ്ങൾ ഉടനെ തന്നെ പോയിട്ട് നാഗങ്ങളുടെ വഴിപാട് ചെയ്യുകയും ചെയ്തു. മണ്ണാറശാല പോയിട്ട് അവിടെ അമ്മയോട് പറഞ്ഞു, കുട്ടികളായിട്ടില്ല എന്നാൽ പറയുന്ന വഴിപാട് ചെയ്തോളൂ, എന്തോ പറഞ്ഞിട്ട് എന്തോ ചെയ്തു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞങ്ങൾ ഇനി കുട്ടികളായിക്കഴിഞ്ഞാൽ അവിടെ വന്ന് ഉരുളി നിവർത്താൻ വരണമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അധികം ഇവിടെ നാഗങ്ങളെ കണ്ടതും ഒന്നും പറയാനൊന്നും കഴിഞ്ഞില്ല. കാരണം അവിടെ അതുപോലെ തിരക്കായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു വിശ്വാസം ഞങ്ങളെ ഉടനെ തന്നെ ഓർമ്മിപ്പിച്ചത് ആ വഴിപാട് ഞങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുതിയൊരു വീട്ടിലേക്ക് മാറുകയും ചെയ്തു. പേടിച്ചു മാറിയെന്നാണ് പറയേണ്ടത്. നാഗങ്ങളൊന്ന് പേടിപ്പിച്ചു. ആ സമയത്ത് 1 മാസം തികഞ്ഞില്ല, അതായത് മണ്ണാറശാല പോയി 1 മാസം തികഞ്ഞില്ല അപ്പോഴേക്കും വഴിപാട് നടത്തിയതിൻ്റെ ഫലം കണ്ടു. അതായത് എൻ്റെ ആദ്യത്തെ മകന് ഞാൻ ഗർഭം ധരിച്ചു. അങ്ങനെ എനിക്ക് ഒരു മോനുണ്ടായി. അപ്പോൾ ആ മോനുണ്ടായപ്പോൾ മോൻ ജനിച്ച നാളും അതിവിശേഷമായിരുന്നു. ആയില്യം നാളിനാണ് അവൻ ജനിച്ചത്. എനിക്കങ്ങനെ 2 മക്കളാണ്. താഴെയുള്ളതും ഒരു ആൺകുട്ടി തന്നെയാണ്. അപ്പോൾ താഴെയുള്ള ഉണ്ണി വേഗം ഉണ്ടാവുകയും ചെയ്തു. ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ടി വന്നില്ല. അതും നാഗദൈവങ്ങളുടെ വല്ലാത്തൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആദ്യത്തെ ഉണ്ണി ഉണ്ടായിട്ട് 6 മാസം എത്തിയപ്പോൾ ഞാൻ ഉണ്ണിയും കൊണ്ട് മണ്ണാറശാല പോയി. ഞാനും ഹസ്ബൻഡും കൂടി ഉരുളി നിവർത്തി വെച്ചു. നാഗങ്ങൾക്കുള്ള വഴിപാട് ഇതുവരയ്ക്കും പിന്നെ മുടക്കിയിട്ടില്ല. ഞാനവിടെ എല്ലാ മാസവും 100 പാലിനും കൊടുക്കുന്നുണ്ട്. അത് മുടങ്ങാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അത്രയും ശക്തിയാണ്, അത്രയും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള കാണപ്പെട്ട ദൈവങ്ങളാണ് നാഗങ്ങൾ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മളൊരു വഴിപാട് നാഗങ്ങൾക്ക് മുടക്കിയ അത് ഒന്നില്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു ആയില്യ പൂജ കൊടുക്കാൻ മറന്നുപോയാൽ അപ്പോൾ ഞാൻ ഒരു നാഗം എൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടാവും. അത് മാത്രമല്ല, എൻ്റെ മോൻ്റെ പിറന്നാൾ ആയില്യത്തിലാണ് വരാറ്. അപ്പോൾ ഈ ആയില്യത്തിനോടനുബന്ധിച്ച് എൻ്റെ മോൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് ഞാൻ വീടിന് പരിസരത്തായിട്ട് ഒരു നാഗത്തെ
പല പ്രാവശ്യം കാണാറുണ്ട്. അപ്പോൾ അവനെ ഞാൻ മണ്ണാറശാല ഉരുളി കമഴ്ത്തി വെച്ചുണ്ടായതാണ്. അപ്പോൾ നാഗദൈവങ്ങളുടെ ഒരു അനുഗ്രഹം അവനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, അവൻ്റെ പിറന്നാളാവുമ്പോൾ നാഗദൈവങ്ങൾ കാണാൻ വരികയാണോ എന്താണോ എന്നറിയില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് നാഗങ്ങളെ, പക്ഷേ ഭയങ്കര വിശ്വാസമാണ്. തറവാട്ടമ്പലങ്ങളിലുള്ള നാഗക്കളത്തിലൊക്കെ നാഗങ്ങൾ സ്ത്രീകളുടെ നാഗകന്യകമാരുടെ പുറത്ത് ശരീരത്തിൽ കയറും. എന്നിട്ട് അവർ ചെയ്യുന്ന അതൊക്കെ ഞാൻ പണ്ട് അന്ധവിശ്വാസങ്ങളും കാട്ടിക്കൂട്ടലും എന്നായിരുന്നു കരുതിയിരുന്ന പണ്ടൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഭയങ്കര വിശ്വാസമാണ്. അത് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെക്ക് തിരിഞ്ഞതിന് ശേഷം എനിക്ക് പോകാനുള്ള വഴി അദ്ദേഹം കാണിച്ചു തരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വിഭൂതികളുടെയും ശക്തി എനിക്ക് കാണിച്ചു തരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്ക് മണ്ണാറശാല എന്ന് പറയുന്നത് ശിവചൈതന്യവും മഹാവിഷ്ണുവിൻ്റെ ചൈതന്യമൊക്കെ ഒത്തിണങ്ങിയൊരു സ്ഥലമാണ്. അത്രയും ഞാൻ വിശ്വസിക്കുന്ന കാണപ്പെട്ട ദൈവങ്ങളാണ് എൻ്റെ കണ്ണീരൊപ്പിയ എനിക്ക് 2 മക്കൾ തന്നനുഗ്രഹിച്ച ആ ദൈവങ്ങളാണ് നാഗദൈവങ്ങൾ. അത്രയും നന്ദി എല്ലാ കാലത്തും നാഗദൈവങ്ങളോട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.